ഗസായുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ ഇരുഭാഗത്തുമുള്ള നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അത് പരിശോധിക്കാം. BK സുഹൈൽ ചേരുന്നു. മെഡിറ്ററേനിയൻ കടൽ തീരത്ത് സുന്ദരമായൊരു പ്രദേശമായിരുന്നു ഗസ. 326 ചതുരശ്ര കിലോമീറ്ററിൽ 23 ലക്ഷം മനുഷ്യർ ജീവിക്കുന്ന പ്രദേശം. പക്ഷേ ഗസ ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പ്രേതനഗരം പോലെ ആയിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു വർഷം കൊണ്ട് ഗസ ഇങ്ങനെയായത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നത് 45,000 ബോംബുകളാണ് ഗസയിൽ വന്നു പതിച്ചത്. ഏറ്റവും മാരകമായ 45,000 ബോംബുകൾ ഇസ്രായേൽ ഗസയിൽ വിക്ഷേപിച്ചതോടുകൂടി മുമ്പെങ്ങുമില്ലാത്ത വിധം, അതായത് ഈ അടുത്ത സമീപത്തൊന്നുമില്ലാത്ത രൂപത്തിലുള്ള വലിയ യുദ്ധത്തിലേക്ക്, വലിയ നാശനഷ്ടത്തിലേക്ക് ഗസ പോവുകയായിരുന്നു. ഈ 45,000 ബോംബുകൾ എന്ന് പറയുമ്പോൾ 85,000 ടൺ സ്ഫോടക വസ്തുക്കളാണ് ഗസയിൽ ഇസ്രായേൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ 85,000 ടൺ എന്ന് പറയുന്നത് തന്നെ ഹിരോഷിമയിൽ അമേരിക്ക മുമ്പ് പതിപ്പിച്ച ആറ്റം ബോംബിൻ്റെ 6 ഇരട്ടി മാരക ശേഷിയുള്ളതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എത്രത്തോളം ഭീകരമാണ് ഇസ്രായേലിൻ്റെ ഗസ ആക്രമണം എന്ന് നമുക്ക് മനസ്സിലാവുക. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 41,900 പേർ ഇതിനകം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. 41,900 എന്ന് പറയുന്നത് ഇത്രയും ചെറിയൊരു പ്രദേശത്ത് ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാകും. ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ നോക്കാം നമുക്ക്. അതിൽ തന്നെ 17,000 കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. കണക്കുകൾ പറയുന്നത്, ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്, ഗസയിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ പരിക്കേറ്റ ആളുകളുടെ 70% സ്ത്രീകളും അല്ലെങ്കിൽ കുട്ടികളുമാണ് എന്നുള്ളതാണ്. അതിൻ്റെ തന്നെ മറ്റൊരു കണക്ക് എന്ന് പറയുന്നത് 41,000-ലധികം വരുന്ന മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് എങ്കിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും നമുക്ക് കണ്ടെത്താൻ ആവാത്ത വിധം ഉള്ള ആളുകൾ 10,000-ഓളം ആളുകൾ വരുമെന്നാണ്. അപ്പോൾ ഈ സംഖ്യ കൂടി അതിലേക്ക് ചേർക്കുകയാണെങ്കിൽ അത് 50,000-ന് മുകളിലേക്ക് മരണസംഖ്യ ഉയരും. അപ്പോൾ വടക്കൻ ഗസയിൽ നിന്നെല്ലാം ആദ്യഘട്ടത്തിൽ ആട്ടിപ്പായിച്ച സമയത്ത്, പലായനം ചെയ്ത സമയത്ത് ആ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളടക്കമുള്ള ആളുകളുടെ മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇത് പരിക്കേറ്റവരുടെ കണക്കാണ്. പരിക്കേറ്റവർ 97,000 വരും എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക്. ഇതിൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റ ആളുകളുണ്ട്. സുഷുമ്ന നാഡിക്ക് പരിക്കേറ്റവർ, അതേപോലെ തന്നെ തലച്ചോറിന് പരിക്കേറ്റവർ, കൈയും കാലും നഷ്ടപ്പെട്ടവർ, ഇങ്ങനെ പുറമേക്ക് തന്നെ കൊണ്ടുപോയി ഗസയിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് സാധിക്കാത്ത രൂപത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർ ഏറെയുണ്ട് എന്ന് WHO പറയുന്നു. അപ്പോൾ ഏകദേശം 100,000-ൻ്റെ അടുത്ത ആളുകൾ ഗുരുതരമായി പരിക്കേറ്റ് ഗസയിൽ കഴിയുകയാണ്. ഇനി നോക്കാം നമുക്ക് മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ മരണത്തിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ നവജാത ശിശുക്കൾ 171 പേരെയാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയത്. അതായത് ഇൻക്യുബേറ്ററിൽ കഴിയുന്ന കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ഭീകരവാദികൾ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇസ്രായേൽ ഗസയിൽ കൊലപ്പെടുത്തി നമ്മൾ കണ്ടു. അഷിഫ ആശുപത്രിയിൽ ആക്രമണത്തിലടക്കം ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ, അതായത് നവജാത ശിശുക്കളെ കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇനി 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 710 പേരാണ് 1 വയസ്സ് എത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ അവരുടെ ജീവനെടുത്ത് കളഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കണക്ക് എന്ന് പറയുന്നത് അനാഥരായ കുട്ടികളുടെ കണക്കാണ്. 25,973 കുട്ടികൾ ഗസയിൽ അനാഥരായിരിക്കുന്നു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളുടെ കണക്കാണിത്. അപ്പോൾ ഒരു ഭാഗത്ത് കുട്ടികൾ ഇല്ലാതെയാകുന്നു, മറുഭാഗത്ത് കുട്ടികൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എങ്ങനെ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നറിയാത്ത രൂപത്തിലുള്ള അനാഥത്വത്തിലേക്ക് എടുത്തെറിയപ്പെട്ട കുട്ടികളുടെ കണക്കാണ് 25,973 എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ട ഒരു യുദ്ധഭൂമി എന്നുള്ള കണക്ക് ഗസയിലേക്ക് വരികയാണ്. 986 ആരോഗ്യ പ്രവർത്തകരാണ് ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അത് UN-ൻ്റെ സ്റ്റാഫ് അടക്കമുള്ള ആളുകൾ ഈ കൊല്ലപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലുണ്ട്. ഇനി നോക്കാം നമുക്ക് മാധ്യമപ്രവർത്തകർ. 174 മാധ്യമപ്രവർത്തകർ. എല്ലാ യുദ്ധഭൂമിയിലും മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകും. പക്ഷേ പ്രസ് എന്നെഴുതിയ ജാക്കറ്റ് ധരിച്ച ആളുകൾ തന്നെയാണ് യുദ്ധഭൂമിയിൽ കൊല്ലപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടത്. മാധ്യമപ്രവർത്തകരെ ബോധപൂർവം തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. 174 പേരാണ് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത്. ഇനി ആകെ വീടുകളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഗസയിലുള്ള 72% വീടുകളും ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ ഇസ്രായേൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. 5,16,500 എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. ഗസയിൽ സാധാരണക്കാർ താമസിച്ചിരുന്ന 5,16,500 വീടുകളെയും ഇസ്രായേൽ ഇല്ലാതാക്കി കളഞ്ഞു. ഇനി മറ്റു കണക്കിലേക്ക് പോകുകയാണെങ്കിൽ ആശുപത്രികൾ. ഒരു യുദ്ധഭൂമിയിലെ അവസാനത്തെ ആശ്രയമാണ് ആശുപത്രികൾ എന്ന് പറയുന്നത്. എല്ലായിടത്തും നമ്മൾ കാണുന്നത് ആശുപത്രികൾ സാധാരണ രീതിയിൽ സംരക്ഷിക്കുന്നതാണ്. പക്ഷേ ഗസയിലെ പ്രധാനപ്പെട്ട 34 ആശുപത്രികളെയും
ഇസ്രായേൽ തകർത്തു കളഞ്ഞു. വലിയ കൂട്ടക്കൊലകളിൽ ആശുപത്രികൾക്ക് മുകളിൽ ബോംബിട്ട് അത് ഹമാസിൻ്റെ കേന്ദ്രമാണ് എന്ന നുണക്കഥ പ്രചരിപ്പിച്ചുകൊണ്ട് ആശുപത്രികളെല്ലാം മുഴുവൻ ഇല്ലാതെയാക്കുന്ന കാഴ്ചയും നമ്മൾ ഗസയിൽ നിന്ന് കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് അഭയാർത്ഥികളുടെ കണക്കാണ്. 20 ലക്ഷം പേർ ഗസയിൽ അഭയാർത്ഥികളായി മാറി എന്നുള്ളതാണ്. ആകെ 23 ലക്ഷം പേരാണ് ഗസയിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. അതിൽ ബഹുഭൂരിഭാഗം ആളുകളും അഭയാർത്ഥികളായി മാറിയിരിക്കുന്നു. ഒരു ദിവസം ഒരു സ്ഥലത്താണ് ടെൻറ്റ് കെട്ടി പാർക്കുന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസം അടുത്ത ഭീഷണി പെടുന്നു. അങ്ങനെ അടുത്തൊരു പ്രദേശത്തേക്ക് അവർ അഭയാർത്ഥികളായി പോകുന്ന കാഴ്ച ഇത് തുടരുകയാണ് ഒരു വർഷമായി. ഇനി ഇസ്രായേലിന് വന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഒരു ഭാഗത്ത് ഗസയിലെ പ്രശ്നമാണെങ്കിൽ ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഗസയിൽ വന്നിട്ടുള്ള നാശനഷ്ടമാണ്. ഗസയിലെ കൊല്ലപ്പെട്ട സൈനികർ, അതായത് ഒക്ടോബർ 7 ആക്രമണത്തിലുള്ള ആളുകളെ ഈ കണക്കിലില്ല. ഗസയിൽ നേരിട്ട് ഒരു കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ പ്രവേശിച്ചപ്പോൾ അവിടെ കൊല്ലപ്പെട്ട ആളുകളാണ് 385 എന്ന് പറയുന്നത്. മെർക്കാവ് അടക്കമുള്ള അത്യാധുനികമായുള്ള യുദ്ധ ടാങ്കുകളുമായി ഹമാസിൻ്റെ പോരാളികളിലേക്ക് വളരെ ആയുധശേഷി കുറവുള്ള കസാം ബ്രിഗേഡുമായി ഏറ്റുമുട്ടിയപ്പോൾ 385 ഇസ്രായേലി സൈനികർക്ക് ജീവൻ നഷ്ടമായി. ടെലവീവിലേക്ക് അവരുടെ മൃതദേഹം മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇനി പരിക്കേറ്റവരുടെ എണ്ണം 3072 നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ 3072 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പക്ഷേ ഇത് ആ കണക്കുകൾ ഇസ്രായേൽ മൂടിവെക്കുകയാണ് എന്നും 10,000-കണക്കിന് ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേൽ വിട്ട ആളുകൾ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 1,00,000-ഓളം ആളുകൾ, 1,00,000-ന് മുകളിലുള്ള ആളുകൾ ഇസ്രായേലിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയുള്ള യുദ്ധഭീതി, അതേപോലെ തന്നെ സംഘർഷം, സാമ്പത്തികമായ പ്രതിസന്ധി, ഇനി ഇസ്രായേൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടമല്ല, ഒരു രാജ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പല ആളുകളും, പല ജൂതന്മാർക്കും ഇരട്ട പൗരത്വം ഉണ്ടാകും നമുക്കറിയാം. അവരുടെ മാതൃരാജ്യത്തേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കോ പോയി എന്നുള്ളതാണ് പറയുന്നത്. 50,000-ന് മുകളിലുള്ള ആളുകൾ അങ്ങനെ ഇസ്രായേലിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യുദ്ധം ഇങ്ങനെ ഒരു വർഷം പിന്നിടുമ്പോൾ ഇപ്പോഴും യുദ്ധത്തിൻ്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല. അമേരിക്കയുടെ ശക്തമായ പിന്തുണ കാരണം ഇപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയാണ്. ഗസക്കൊപ്പം വെസ്റ്റ് ബാങ്കും അതേപോലെ തന്നെ ലബനാനും സിറിയയും യമനും ഇറാഖുമെല്ലാം യുദ്ധഭൂമിയായി മാറിയിരിക്കുന്നു. ഇറാൻ കൂടി കളത്തിൽ ഇറങ്ങിയതോടെ, പ്രത്യക്ഷമായി തന്നെ കളത്തിൽ ഇറങ്ങിയതോടെ യുദ്ധം വ്യാപിക്കുമെന്ന ആശങ്ക ശക്തമാകുന്ന സമയം കൂടിയാണിത്. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.